ബാലരാമപുരം കൊലപാതകത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. അന്വേഷണം വഴിത്തിരിവിലാണ്. ഇപ്പോൾ ഇതിൽ ഇടപെട്ട് സാമ്പത്തികമായി പല വിഷയങ്ങളും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാകുന്നു. അന്ധവിശ്വാസവും ഇതിൽ കടന്നു വരികയാണ്. പോലീസ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ വഴികളിലാണ്. തലക്കെട്ടുകൾ നോക്കാം. ബാലരാമപുരം കൊലപാതകത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. പിന്നിൽ മുൻവൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവുമെന്ന് സൂചന. ഹരികുമാറും ശ്രീധുവും തലമുണ്ടനം ചെയ്തത് ആത്മീയ ആചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്ന്. കരിക്കകം സ്വദേശി 30 ലക്ഷം തട്ടിയെന്നും സൂചന. റാഗിങ്ങിനെ തുടർന്ന് 23ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥി ചാടി മരിച്ചത് വിശദമായി അന്വേഷിക്കാൻ പോലീസ്. അല്പസമയത്തിനകം കൊച്ചി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കും. മിഹിർ നേരിട്ട ക്രൂര റാഗിംഗ് അക്കമിട്ട് പറഞ്ഞ് അമ്മയുടെ തുറന്ന കത്ത്. കുടുംബം പരാതി ഉന്നയിച്ചിട്ടില്ലെന്ന ന്യായീകരണവുമായി സ്കൂൾ. നെന്മാറയിലെ കൊടും കൊലയാളി ചെന്താമരയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. തിങ്കളാഴ്ച തെളിവെടുപ്പ് നടത്താൻ ആലോചന. ചെന്താമരയെ വിയൂർ ജയിലിലേക്ക് മാറ്റി. അമേരിക്കയിലെ വിമാനാപകടത്തിൽ മുഴുവൻ യാത്രക്കാരും മരിച്ചുവെന്ന് സ്ഥിരീകരണം. ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തി. അപകടത്തിൽ ബൈഡൻ സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച് ട്രംപ്. വൈദഗ്ധ്യമില്ലാത്തവരെ ചുമതലയേൽപ്പിച്ചതിന്റെ കുഴപ്പമെന്ന് വിമർശനം. നാളെ പൊതുബജറ്റ്. പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രസിഡന്റായി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. വഖഫ് നിയമ ഭേദഗതി ബിൽ സഭയിലെത്തും. കുംഭമേള ദുരന്തം വിഷയമാക്കാൻ പ്രതിപക്ഷം. പൊതുബജറ്റിൽ ശ്രദ്ധ മുഴുവൻ ആദായ നികുതിയിൽ. 10 ലക്ഷം രൂപ വരെ ഇളവ് നൽകിയേക്കുമെന്ന് പ്രതീക്ഷ. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം സുപ്രധാന പ്രഖ്യാപനങ്ങൾ കാത്ത് കേരളവും. കുംഭമേള നഗരിയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണം. പ്രധാന സ്നാന ദിവസങ്ങളിൽ VIP പ്രോട്ടോകോളിന് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി പ്രയാഗ്രാജിൽ. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്ത് ക്രൂരമായി പീഡിപ്പിച്ച പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. പീഡനത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണം. ഡൽഹിയിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ. ആം ആദ്മിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേർക്കുനേർ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ വീട്ടിലെ റെയ്ഡിലും വിവാദം. ആപ്പിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് മനീഷ് സിസോദിയ ന്യൂസ് 18 और लोग केजरीवाल जी के काम को और उनके दिल में दिल्ली की जनता के लिए जो प्यार मोहब्बत है उसको सम्मान करते हुए और उन्होंने जो काम किए पिछले 10 साल में लोगों के जीने में जो आसानियां लाई हैं. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരക്ക വിദ്യാർത്ഥി സംഘർഷം. മണ്ണാർക്കാട്ട് നടക്കുന്ന എ-സോൺ കലോത്സവത്തിൽ KSU MSF പ്രവർത്തകരുടെ തമ്മിലടി. പുളിയാവ് കോളേജിൽ B-സോണിലെ SFI MSF ഏറ്റുമുട്ടൽ. മാള കോളേജിലെ കൂട്ടയടിയിൽ 10 SFIക്കാർക്കെതിരെ കേസ്. ബാലരാമപുരത്ത് കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവും. പ്രതി ഹരികുമാറും 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീജയും തലമുണ്ടനം ചെയ്തത് ആത്മീയ ആചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്ന് എന്ന് പോലീസ്. കരിക്കകം സ്വദേശിയായ ആത്മീയ ആചാര്യനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം. കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മുത്തശ്ശിയെയും സഹോദരിയുടെയും മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, കഴിഞ്ഞ ദിവസം തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇവർ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല, അതിനപ്പുറത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയല്ലേ? കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് എത്തുന്ന പശ്ചാത്തലമല്ലേ ഇപ്പോൾ? കരിക്കകത്തെ ആത്മീയ ആചാര്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ സാന്നിധ്യം ദിവസങ്ങളായി ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണോ? ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ചില അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ കുടുംബം എത്തിയത് എന്നുള്ളതാണോ?
ഹരികുമാർ പറഞ്ഞ നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പ്രതിപാദിച്ചിരുന്ന മുൻ വൈരാഗ്യത്തിനപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധുവും അമ്മാവൻ ഹരികുമാറും തലമുണ്ടനം ചെയ്തതെന്നും ഈ ആത്മീയാചാര്യൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ആത്മീയാചാര്യൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഇത്രയധികം ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് വരാനിടയായ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതി വിശദമായ ചോദ്യം ചെയ്യലിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ മുൻവൈരാഗ്യമാണ് അല്ലെങ്കിൽ തന്റെ ചില ആവശ്യങ്ങൾക്ക് മുമ്പിൽ സഹോദരി നിന്നു തരാതിരുന്നതാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിൽ നൽകിയ മൊഴിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധിപ്പിക്കുന്ന ചില വാട്സാപ്പ് ചാറ്റുകളടക്കം പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ ഈ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യത്തെ തുടർന്ന് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ കരിക്കകം സ്വദേശിയായ ആത്മീയാചാര്യനുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ദിശയിലേക്ക് കൂടി അന്വേഷണം വഴിമാറുന്നത്. ഈ ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തലമുണ്ടനം ചെയ്ത് ഈ കുറച്ചധിക നാളുകളായി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇവർ കുടുംബത്തിൽ അനുഷ്ഠിച്ചു വന്നിരുന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതാരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വ്യാപകമായി പുരോഗമിക്കുകയാണ്. അതോടൊപ്പം എത്ര നാളായി ഈ ആചാര്യന് ഈ കുടുംബവുമായി ഇങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നു, ഇയാൾക്ക് ഈ സംഭവത്തിൽ പരോക്ഷമായി എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം തുടരുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അല്പസമയത്തിനകം റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയേക്കാം. നിലവിൽ ഈ ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും അതോടൊപ്പം തന്നെ മുത്തശ്ശിയുടെ സഹോദരനെയും അവരോടൊപ്പമാണ് ഈ മൂത്ത മകൾ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഈ മുത്തശ്ശിയിൽ നിന്നും ഈ ദേവേന്ദുവിന്റെ മൂത്ത സഹോദരിൽ നിന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഈ ആത്മീയാചാര്യൻ ഇയാൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയാചാര്യൻ ഇവർക്ക് വീട് പണിയാൻ ലോൺ അടക്കം എടുത്തു വെച്ചിരുന്ന പണം തട്ടിയെടുക്കുന്നു. ഇവരിൽ ഇയാൾ അന്ധമായി വിശ്വസിക്കുന്നു. തുടർന്ന് ഇയാളുടെ നിർദ്ദേശപ്രകാരം പല പ്രവർത്തികളും നടത്തുന്നു. ഒപ്പം മുൻവൈരാഗ്യവും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ കൊലപാതകത്തിലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഡാൻ മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടിയുടെ അമ്മയെ കൂടി ഇതിൽ പ്രതി ചേർക്കാനുള്ള തെളിവുകൾ പോലീസിന് സ്വാഭാവികമായും ലഭിച്ചു കാണുമല്ലോ. അവരുടെ പങ്കാളിത്തം കൂടി ഈ കൊലപാതകത്തിലുണ്ട് എന്ന കാര്യത്തിലും പോലീസിന് ചില നിശ്ചയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. തിടുക്കത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാതിരുന്നത് വിശദമായ പരിശോധന നടത്തി ഈ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രം ഈ ശ്രീധുവിനെതിരെ അങ്ങനെ ഒരു നടപടി മതി എന്നൊരു വിലയിരുത്തലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ കുട്ടിയുടെ മൃതദേഹം ഈ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്ന സമയത്ത് തന്നെ വീടിനുള്ളിലുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചടക്കം വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. സമാന്തരമായിട്ടായിരുന്നു ഈ അന്വേഷണം നടക്കുന്നത്. അതിനിടയിലാണ് വീടിനുള്ളിൽ ചില സംശയമുളവാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ ഈ ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് ഈ വീട്ടിൽ കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ സാന്നിധ്യം, ഇയാൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഇവർ ചില പ്രവർത്തികൾ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്നാണ് ഈ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി വൈകുന്ന ഒരു പശ്ചാത്തലമുണ്ടായതിനാൽ ശ്രീധുവിനെ പൂജപ്പുരയിലുള്ള മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഇവിടെ തിരികെ എത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയയാക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച ദുരൂഹതകൾ മറനീക്കും. ഈ ആത്മീയാചാര്യൻ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മുൻവൈരാഗ്യം എന്ന് ഹരികുമാർ മണിക്കൂറുകൾ നീണ്ട കുറ്റസമ്മതത്തിൽ നടത്തിയ കാര്യത്തിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റ് സാഹചര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.
ഏതായാലും വലിയ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും അന്വേഷണത്തിലൊക്കെ മാറ്റങ്ങൾ കൂടി വന്നേക്കാം. കാരണം ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു കഥാപാത്രം കൂടി ഈ കേസിൽ കടന്നു വരുന്നു. അത് കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ്. തട്ടിപ്പുകാരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഈ കുടുംബത്തെ ഇയാൾ കൊണ്ട് എത്തിക്കില്ലല്ലോ. അങ്ങനെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ ഗതി മാറുകയാണ്. പുതിയ തെളിവുകൾ കടന്നു വരികയാണ്. പോലീസിന് കൂടുതൽ കൃത്യമായ തെളിവുകൾ ഈ സംഭവത്തിൽ കിട്ടുകയുമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. ഇതിനിടെ ഈ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 26-ാം നിലയിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥി വീണു മരിച്ച സംഭവം. അതിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അമ്മയുടെ തുറന്ന കത്ത് ഇന്നലെ പുറത്തു വന്നു. സ്കൂളിലെ ചില കുട്ടികളുടെ റാഗിങ്ങിൽ മണന്നൊന്നാണ് മിഹിർ എന്ന വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. മകന് സംഭവിച്ചത് എന്തെന്നറിയാൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് ടോയ്ലറ്റിൽ നക്കിക്കുകയും ഫ്ലഷ് ചെയ്യുകയും ചെയ്തെന്നും കത്തിൽ പറയുന്നു. മിഹിറിന്റെ മരണം കുട്ടികൾ ആഘോഷമാക്കിയെന്ന ഞെട്ടലിലാണ് ആ അമ്മ. ഇക്കഴിഞ്ഞ ജനുവരി 15-നാണ് തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ മിഹിർ ജീവനൊടുക്കിയത്. സംഭവത്തിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്തെങ്കിലും സ്വാഭാവിക മരണം എന്നായിരുന്നു കണ്ടെത്തൽ. ചില സഹപാഠികൾ ചേർന്ന ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജും തുടങ്ങിയിരുന്നു. പിന്നീട് ആ പേജും ഡിലീറ്റ് ചെയ്തു. അതിനിടെ മകൻ മരിച്ചതിൽ വ്യക്തത തേടി മാതാപിതാക്കൾ സ്വയം അന്വേഷണം നടത്തി. അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കിയത്. സ്കൂളിൽ കഠിനമായ റാഗിങ്ങിന് മിഹിർ ഇരയായിരുന്നുവെന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തി. പിന്നാലെ കുട്ടിയുടെ മൊബൈൽ ഫോണും വാട്സപ്പ് ചാറ്റുകളും പരിശോധിച്ചു. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. നിറത്തിന്റെ പേരിൽ സഹപാഠികൾ പരിഹസിച്ചു. ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തു. ടോയ്ലറ്റിൽ നക്കിച്ചു. ഇത്തരത്തിൽ സഹപാഠികളുടെ ക്രൂരമായ റാഗിങ്ങിൽ മനംനൊന്താണ് മിഹിർ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത് എന്ന് അമ്മ വെളിപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ യാഥാർത്ഥ്യം മറച്ചുവെച്ചുവെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നും അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. മകൻ മരിച്ച ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് വിദ്യാർത്ഥിക്കൂട്ടം എത്തിനിൽക്കുന്നത് നിസ്സാരമായ ഒന്നല്ല. മെസ്സേജുകളിലൂടെ മിഹിറിന്റെ മരണം വരെ ആഘോഷിച്ച ആ കുട്ടികൾ എത്രമാത്രം തന്റെ കുട്ടിയെ ജീവിച്ചിരുന്നപ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നും അമ്മ പറയുന്നു. സംഭവം വ്യക്തമാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മകന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം DGPക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃപ്പൂണിത്തുറ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റാഗിംഗ് പരാതി ഇതുവരെ കുടുംബം ഉന്നയിച്ചിട്ടില്ലെന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ വിശദീകരണം. സമൂഹമാധ്യമങ്ങളിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അറിയിച്ചു. പോലീസ് സഹപാഠികളുടെയും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്കൂളിലെ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്നായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ അമ്മയുടെ കത്ത് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. നേരത്തെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് സ്കൂൾ അധികാരികൾ പറയുന്നത് അതൊരു വിശ്വസിക്കാവുന്ന വിശദീകരണമാണോ? കാരണം ആത്മഹത്യ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കേണ്ട കടമ തങ്ങളുടെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കേണ്ട ഒരു കടമ സ്കൂളിനുണ്ട്. അതും അവർ മറന്നു എന്നാണോ? ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിലാണ്? രഞ്ജിത്ത, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസ് എന്ന രീതിയിലേക്ക് വരേണ്ടി വരുന്നു ഈ കേസ്. കാരണം അമ്മയുടെ ഒരു പരാതി വരുന്നു, അവരുടെ ഒരു തുറന്ന കത്ത് പുറത്തു വരുന്നു. അവരുടെ മകൻ സ്കൂളിൽ അനുഭവിച്ചിരുന്ന കൊടിയ പീഡനങ്ങൾ അതെല്ലാം തന്നെ അക്കമിട്ട് വിവരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ കേസിന്റെ ഒരു മാനം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിന് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തയ്യാറായിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി ഒരിക്കൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും സ്കൂൾ
അധികൃതരുടെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. കുടുംബവും ഇതുവരെയും ഇത്തരമൊരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതുമാത്രവുമല്ല, വളരെ കുറച്ചു കാലം മാത്രമാണ് ഈ വിദ്യാർത്ഥി സ്കൂളിൽ ഉണ്ടായിരുന്നത്. അപ്പോഴെല്ലാം തന്നെ വളരെ സന്തോഷവാനായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്ത അന്നും ബാസ്കറ്റ്ബോൾ കോർട്ടിലുണ്ടായിരുന്നു. മറ്റൊരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള പരാതിയും ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ എന്തു വന്നാലും ഈ അന്വേഷണത്തോട് പൂർണ്ണമായും തന്നെ തങ്ങൾ സഹകരിക്കും. സ്കൂളിന് ഒന്നും തന്നെ മറച്ചു വെക്കാനില്ല എന്നവർ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരിട്ട് അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല, വാർത്താക്കുറിപ്പ് വഴിയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിൽ അവർ നൽകുന്ന പോലീസ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് ഇവിടുന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അധ്യാപകരുടെയും ഒപ്പം തന്നെ എല്ലാവരുടെയും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതുമായും തങ്ങൾ സഹകരിക്കും. ഇന്ന് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ സ്കൂൾ അധികൃതർ നേരിട്ട് ഹാജരാകുന്നുണ്ട്. അവർ ഇന്ന് നേരിട്ട് അവിടേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടുണ്ട്. അത് പ്രകാരം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. തങ്ങൾക്കൊന്നും തന്നെ ഇക്കാര്യങ്ങളിൽ മറച്ചു വെക്കാനില്ല. വ്യക്തമായ വിശദീകരണങ്ങളെല്ലാം തന്നെ ഇക്കാര്യങ്ങളിലുണ്ട്. ഇവിടെ റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ പാടെ നിഷേധിക്കണം. അങ്ങനെയൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ പോലീസിന് മുൻപാകെ അവർ പറയാൻ തയ്യാറാണ്. ഞങ്ങൾ പോലീസിന് മുന്നിലേക്ക് എത്തുന്നു. CCTV ദൃശ്യങ്ങൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വിശദീകരിക്കാൻ തയ്യാറാണെന്നെല്ലാം തന്നെ അവർ പറയുന്നു. മറുഭാഗത്ത് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ പരാമർശിക്കപ്പെട്ട ഇവർ പരാതിയിൽ ചില വിദ്യാർത്ഥികളടക്കം പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരിൽ നടക്കുന്നത് തന്നെ വീണ്ടും മൊഴി ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ അവർ കുട്ടികൾ എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് അതായത് അവരുടെ കാര്യങ്ങൾ അവർക്ക് അവകാശം നൽകിക്കൊണ്ട് അവരിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ തേടാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ എന്നതിനേക്കാൾ അപ്പുറം അതിൽ കൃത്യമായി കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ തേടാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ആത്മഹത്യ നടന്ന ആ ദിവസം തന്നെ കുട്ടി വീണ് മരിച്ച ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായ രീതിയിൽ വിവരശേഖരണവും മറ്റും നടത്തിയിരുന്നു. അന്ന് ഈ റാഗിംഗ് എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും ആയിരുന്നില്ല. ഒരു കുട്ടി കാലിൽ തന്നെ വീഴുന്നു അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നീടാണ് ഇതൊരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. ഈ പുതിയ പരാതി അടക്കം ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് അന്വേഷണങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ നിന്ന് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി അധ്യാപകരുടെ അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരുടെ അടക്കം ഇക്കാര്യങ്ങളിലുള്ളൊരു വിശദീകരണം തേടും. അവരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ആ ഒരു നടപടികളിലേക്ക് ഇന്ന് തന്നെ കടന്നിരിക്കുന്നത്. സ്കൂൾ അധികൃതരെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളിലേക്ക് പോലീസ് എത്തുക ഒരൽപ്പം കൂടി സാവകാശം നൽകിക്കൊണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾ സ്കൂൾ അധികൃതർ പാടെ നിഷേധിക്കുന്നു എന്നതാണ് രഞ്ജിത്ത് ഇതിൽ പ്രധാനം. അവർ ഈ രീതിയിലുള്ള ഒന്നും തന്നെയും സ്കൂളിൽ നടന്നിട്ടില്ല. അതാണ് സാഹചര്യം. ഏതായാലും സ്കൂൾ അധികൃതർ നിഷേധിക്കുകയാണ്. അവർക്കങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്ന വിശദീകരണമാണ്. പക്ഷേ സ്കൂൾ പ്രിൻസിപ്പാളിനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം അതീവ ഗൗരവതരമായ ഒരു പരാതിയാണ് ഇത്. ഒരു കുട്ടിയുടെ അമ്മ തൻ്റെ മകൻ അവിടെ സ്കൂളിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ അത് വല്ലാതെ അവരെ ബാധിക്കുകയും ആ കുട്ടിയെ ബാധിക്കുകയും ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്ത വിഷയം, ഗൗരവതരമായ വിഷയം പൊതുസമൂഹത്തെ അറിയിക്കുകയായിരുന്നു. നേരത്തെയും ആത്മഹത്യകൾ നടന്നിട്ടുള്ള കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ള ഒരു സ്കൂൾ, നേരത്തെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്കൂളിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നു എന്നാണ് സ്കൂൾ അധികാരികൾ പറയുന്നത്. സ്കൂളിന് ഒന്നും മറച്ചുവെക്കാൻ ഇല്ല, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നൊക്കെ സ്കൂൾ അധികൃതർ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഡാനി, മറ്റൊരു കാര്യം, ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ പോലീസ് എങ്ങനെയാണ്? CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം സ്കൂൾ പ്രിൻസിപ്പലിനെ അടക്കം ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം സഹപാഠികളായ കുട്ടികളെ കൂടി കാണുകയും അവരുടെ മൊഴിയെടുക്കുകയും ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടത്തിയ റാഗിംഗ് എന്ന പേരിൽ കുട്ടിയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറിയ ആളുകളെ കാണുകയും വേണമല്ലോ. ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഡാനി, ഈ അന്വേഷണം ഏതൊക്കെ തരത്തിലാണ്? ഈ സഹപാഠികൾ, അതായത് ഈ കുട്ടിയെ ക്രൂരമായി റാഗിങ്ങിന് വിധേയരാക്കിയ സഹപാഠികളെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ.
രഞ്ജിത്ത്, തീർച്ചയായും. കാരണം അവരിലേക്ക് കൂടി ഈ കുട്ടിയുടെ അമ്മയുടെ പരാതിയിലടക്കം ഇത്തരം വിശദാംശങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സഹപാഠികളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളുണ്ട്. ഇവർ സംബന്ധിയായ കാര്യങ്ങളിലുള്ള വാട്സപ്പ് ചാറ്റുകളടക്കം അതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. അതിലെല്ലാം തന്നെ ഈ കുട്ടി അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷം, ശാരീരിക പീഡനങ്ങൾ, അതെല്ലാം തന്നെ ഈ സ്കൂളിൽ വെച്ചായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ പരാമർശിക്കുന്ന സീനിയർ വിദ്യാർത്ഥികളിലേക്ക് കുറച്ചുകൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. അവർക്ക് കൂടി ഈ കാര്യങ്ങളിൽ എന്താണ് വിശദീകരിക്കാനും പറയാനുമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളണം. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ്. എങ്കിലും പോലീസ് പറയുന്നത് അവർക്ക് കുട്ടികൾ എന്ന രീതിയിൽ തന്നെയാണ് അവരെയും കാണുന്നത്. കാരണം ഇത് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അന്വേഷണവും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മൊഴിയെടുക്കലും കാര്യങ്ങളുമെല്ലാം തന്നെ. അതുകൊണ്ട് പോലീസ് കുട്ടികൾ എന്ന രീതിയിൽ തന്നെ ആ ഒരു പരിഗണന അവർക്കും നൽകുന്നു എന്നതാണ് ഇന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ, അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പറഞ്ഞത്. അവർക്ക് കൂടി കാര്യങ്ങൾ വിശദീകരിച്ച് അവരുടെ മാതാപിതാക്കളോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കും. ഇങ്ങനെ ഒരു പരാമർശവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഇവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതെല്ലാം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരോട് വിശദീകരിച്ചുകൊണ്ട് ആ മൊഴിയെടുപ്പ് ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മൊഴിയെടുപ്പ് അവരെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ഇപ്പോൾ ഒരു പരീക്ഷാ സീസണിലേക്ക് കടക്കുകയാണ്, പരീക്ഷാ സമയത്തേക്ക് കടക്കുക. അപ്പോൾ അത്തരം ഒരു പരിഗണനയും ആ കുട്ടികൾക്ക് നൽകും എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും അവരെ ഈ പരാമർശിക്കുന്ന വിദ്യാർത്ഥികളിലടക്കം അവർ മൊഴി രേഖപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മ പരാതി നൽകിയതോടെ ആദ്യഘട്ടത്തിൽ നിന്നുള്ള കേസ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൂടി ഗൗരവതരമാകുകയാണ് എന്നത് കാര്യത്തിൽ സംശയമില്ല. പോലീസും ആ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് റാഗിംഗ് എന്ന് പോലും ഇതിനെ സൂചിപ്പിക്കാൻ കഴിയില്ല. കാരണം അതിൽ കൂടുതലായിട്ടാണ് ഇവരുടെ ഒരു പരാതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിന് വ്യക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കും. അവരെ മൊഴി വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. കുട്ടിയുടെ കുടുംബം ഇപ്പോഴും പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴും അവർ വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് കുട്ടി അനുഭവിച്ച സംഘർഷങ്ങൾ, മാനസികവും ശാരീരികവുമായ പീഡകൾ, അതെല്ലാം തന്നെ അതിന് കൃത്യമായൊരു ഉത്തരം നൽകേണ്ടതുണ്ട്. അത് സ്കൂൾ മാനേജ്മെൻറ്റിനും അധികൃതരും എല്ലാം ഇതിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്ന രീതിയിൽ തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകും. പോലീസും കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കും കാര്യങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ അടക്കം മൊഴിയെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. 9 മണി വാർത്ത തുടരുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി കടക്കണം. കൊച്ചിയിലൊക്കെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പുറത്തു വന്നത് ബംഗ്ലാദേശ് സ്വദേശികളെ അനധികൃതമായി ജോലി ചെയ്യുന്ന 27 ബംഗ്ലാദേശ് സ്വദേശികൾ പിടിയിലായി എന്നുള്ളതാണ്. പലർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിരുന്നു. മുനമ്പത്ത് നിന്ന് പിടികൂടിയ റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ചേർന്നാണ് ഇവരെ പിടിച്ചത് എന്നുള്ളതാണ്. വലിയ ഗൗരവതരമായ വാർത്തയാണ്. സംസ്ഥാന വ്യാപകമായി ഇത്തരക്കാർ നിരവധി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നവമി ദിനേശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, 27 ബംഗ്ലാദേശികൾ എന്ന് പറയുമ്പോൾ, വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഗൗരവം കൂടുകയാണ്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും അതിനൊരു തീവ്രവാദ ഒരു എലമെന്റ് കൂടി വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത്തരം അന്വേഷണവും നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ആഴ്ചയായി ആലുവ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ ക്ലീൻ റൂറൽ എന്ന പേരിൽ ഒരു പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂരിലെ ബംഗാൾ കോളനിയിൽ നിന്നും തസ്ലീമ ബീഗം എന്നൊരു യുവതിയെ പിടികൂടുന്നത്. ഇവരുടെ മതിയായ രേഖകളില്ലാതെ ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിൽ എത്തി താമസിച്ചു വരികയായിരുന്നു. 1 വർഷമായി അവർ കേരളത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഇവരെ പിടികൂടി ഇവരിൽ നിന്നും ചോദിച്ചറിഞ്ഞ വിവരങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും മതിയായ രേഖകളൊന്നുമില്ലാതെ കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ വിവിധ ഭാഗങ്ങൾ, മുനമ്പം അടക്കമുള്ള, കോടനാട്, പറവൂർ, മുനമ്പം അടക്കമുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് 27 പേരെ പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ മുനമ്പത്ത് നിന്നാണ് ഇവരെ ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ പിടികൂടിയിരിക്കുന്നത്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേനയാണ്, അത്തരത്തിലുള്ള വ്യാജ
കാർഡുകൾ ഉപയോഗിച്ചാണ് ഇവർ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു. ഇവർ ഈ കേരളത്തിലെ തന്നെ ഇല്ലെങ്കിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ അത്തരത്തിലുള്ള ജോലി ചെയ്ത് താമസിച്ചു വരികയാണ്. പക്ഷേ ഇവർക്ക് മതിയായ രേഖകളില്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുകയും ചെയ്തു. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഒപ്പം ഈ ക്ലീൻ റൂറൽ എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ആലുവ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം. കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം 11 മണിയോടുകൂടി ആലുവ റൂറൽ SP ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കൊച്ചിയിൽ ഇങ്ങനെ ഇവർ എത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നാമി. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുള്ള സ്ഥലമാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ പെരുമ്പാവൂര്, മുനമ്പം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരം സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? അത്തരം അന്വേഷണത്തിനുള്ള സാധ്യതകളുണ്ടോ? അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പിടികൂടിയവരെ കൂടുതലായി ചോദ്യം ചെയ്ത് അവർക്കൊപ്പം ആരൊക്കെ വന്നിട്ടുണ്ട്, അവർ കൊച്ചിയിൽ തന്നെയാണോ അതോ മറ്റ് ജില്ലകളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ പോയിട്ടുണ്ടോ, ഇതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ വരുന്ന ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായി കിട്ടുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി ക്ലീൻ റൂറൽ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 27 പേരെ പിടികൂടിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ റൂറൽ എസ്പിന്റെ വാർത്താ സമ്മേളനത്തിലുമൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൂടി ഇതിൽ അംഗമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും കടുത്ത പരിശോധനയും തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് സാഹചര്യം. ഏതായാലും അന്വേഷണം കൂടുതലായി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടെ 3 ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമാകും. തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പിലെ സീതാറാം യെച്ചൂരി നഗറിൽ പതാക, കൊടിമര, ദീപശിഖാജാഥകൾ സംഗമിക്കും. ഏരിയ സമ്മേളനങ്ങൾ തെരഞ്ഞെടുത്ത 496 ജനപ്രതിനിധികളും ഒപ്പം 51 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനവും തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള കാലത്ത് പാർട്ടി അംഗങ്ങളുടെയും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായതായി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മരണക്കെണിയെന്ന് വ്യാപക പരാതി. റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ 3 മാസത്തിനിടയിൽ നടന്ന 10ഓളം അപകടങ്ങളിലായി 4ൽ അധികം ജീവനുകൾ AC റോഡിൽ പൊലിഞ്ഞു. ന്യൂസ് 18 അന്വേഷണം. 23 കിലോമീറ്ററിലായി 800 കോടി രൂപ ചെലവഴിച്ചാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷൻ മുതൽ ചങ്ങനാശ്ശേരി പെരുന്ന വരെ നീളുന്ന റോഡ് KSTP നിർമ്മിക്കുന്നത്. ഊരാലിങ്കൽ സൊസൈറ്റിയും എവറോസ്കൻ എന്ന അസർബൈജാൻ കമ്പനിയും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറിലാണ് നിർമ്മാണം. ഡിസൈനും ഇവരുടേത് തന്നെ. 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരത്തിലുള്ള ഫുട്പാത്തുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ആദ്യത്തെ അപകടക്കെണി. ഇതിപ്പോ AC റോഡിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തിയ വാഹനമാണ്. ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുണ്ട്. ഇപ്പോ ഈ വൈറ്റ് ലൈൻ ഉള്ളിലേക്കാണ്. അതായത് റോഡിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തിന് അകത്തേക്ക് കയറ്റി മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ആണ്. അപകടകരമായ സാഹചര്യത്തിൽ വണ്ടി ഇങ്ങനെ ഇടേണ്ടി വരുന്നു. ഇനി ഫുട്പാത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫുട്പാത്തിന്റെ സാഹചര്യവും അതിനേക്കാൾ ദയനീയമാണ് എന്നുള്ളതാണ്. ഇത്രയും വീതിയാണ് ഈ ഫുട്പാത്തിനുള്ളത്. ഫുട്പാത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഫുട്പാത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ വീതി കുറവായതുകൊണ്ട് ഈ ഫുട്പാത്തിന്റെ ഭാഗം കൂടെ ഇതിനോട് അനുബന്ധമാക്കി മാറ്റിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അശാസ്ത്രീയമായി അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഫുട്പാത്ത് തന്നെ വീണ്ടും കയ്യേറിക്കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. റോഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിയന്തര ഘട്ടത്തിൽ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ സൈഡ് പാർക്കിംഗ് ഇല്ല. വാഹനം റോഡിലേക്ക് ഇറക്കി അപകടാവസ്ഥയിൽ വേണം നിർത്താൻ. കളർകോട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ചാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കളക്ടർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തതാണ് റോഡ് നിർമ്മാണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. മാമ്പുഴക്കരി, രാമങ്കരി, മങ്കൊമ്പ് ഭാഗങ്ങളിലായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അപകടങ്ങളിൽ 3 ജീവനുകളാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് 10
20ലധികം അപകടങ്ങൾ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ വന്ന 3 അപകടങ്ങൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഈ രാമങ്കരി പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നതാണ്. 2 പേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈ ജംഗ്ഷനിൽ വെച്ചും നമ്മുടെ മാമ്പഴക്കരി ജംഗ്ഷൻ വെച്ച് കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ ഭീകരമായ അപകടം ഉണ്ടായിരിക്കും. എത്ര പേരിപ്പം നിരാലംബരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെ 37 ബസ് സ്റ്റോപ്പുകൾ. ഒരിടത്ത് പോലും ബസ് ബേ ഇല്ല. ബസ് നിർത്തുന്നതും യാത്രക്കാർ ഇറങ്ങുന്നതും അപകടാവസ്ഥയിൽ. ഇരുഭാഗങ്ങളിലും ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ ടണലിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് വാഹനങ്ങൾക്ക് നൽകുന്നത്. ഓവർടേക്ക് ചെയ്താലോ മുന്നിലെ വാഹനം ബ്രേക്ക് ചവിട്ടിയാലോ അരികിലേക്ക് പോലും ഒതുക്കാനാകാതെ അപകടമുറപ്പ്. ഒരു സൈഡിൽ കനാൽ മാത്രം വരുന്ന റോഡിൽ എന്തിന് 2 സൈഡുകളിലും ഡ്രെയിനേജുകൾ അടങ്ങുന്ന ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നതിൽ എത്തി നിൽക്കുന്നു. ദേശീയപാതയ്ക്ക് പോലും ഫുട്പാത്ത് ഗ്രാവൽ ബേ ഒരുക്കി ഉയരത്തിൽ നിർമ്മിക്കാതെ പരമാവധി സൗകര്യം ഒരുക്കുമ്പോഴാണ് 800 കോടിയിൽ അപകടക്കെണി ആലപ്പുഴയിൽ പൂർത്തിയാകുന്നു എന്നതാണ് പ്രധാനമായ ആക്ഷേപം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് അല്പസമയത്തിനകം നൽകും. തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ തുടങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ചെന്താമരയെ ഇന്നലെ ആലത്തൂർ സബ് ജയിലിൽ നിന്ന് വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും ജോലി നൽകുമെന്ന് CPM ഇതിനിടെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലാകും ജോലി. ഇതിനിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇരുവർക്കും ജോലി നൽകും എന്നും നിയമപോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നുമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസിന് നീക്കമെന്ന് പറയുന്നത് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമങ്ങളാണ്. ഒപ്പം കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം തന്നെ രഹസ്യമായിട്ടായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു രോഷത്തിന് അത് ഒട്ടും കുറവ് വന്നിട്ടില്ല. കാരണം 2 കുട്ടികളാണ് അനാഥരായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയും കൊലപാതകങ്ങൾ നടത്തുമെന്ന് പ്രതി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രതിക്കെതിരെയുള്ള ഒരു രോഷം അത് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇനിയുള്ള നീക്കങ്ങൾ വളരെ രഹസ്യമായിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ രോഷം തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം നിർദ്ദേശമുള്ളത്. എന്തായാലും തിങ്കളാഴ്ചയോട് കൂടി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണത്. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ ഈ പ്രദേശത്തില്ല. അതിനാൽ തന്നെ ഇതെങ്ങനെ ഈ ക്രൈം എങ്ങനെ നടന്നു? കാരണം പ്രതി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത് സുധാകരന്റെ വാഹനം ഇടിച്ചപ്പോൾ ഉണ്ടായ പ്രകോപനത്തിലാണ് സുധാകരനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം സുധാകരന്റെ അമ്മ ലക്ഷ്മി തെറി വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അമ്മയെയും വെട്ടി കൊലപ്പെടുത്തിയത് എന്ന തരത്തിലായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയത് ഈ പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതടക്കം പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഈ കുറ്റകൃത്യം, ഈ കൊലപാതകം നടന്ന ഈ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം തന്നെ ഈ സുധാകരന്റെ മക്കൾക്ക് ജോലി ഉറപ്പു നൽകിക്കൊണ്ട് ഇപ്പോൾ CPM രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു ഈ സുധാകരന്റെ മകൾക്ക് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിയമപരമായും മറ്റ് എന്താവശ്യത്തിനും കുട്ടികളുടെ ഒപ്പം പിന്തുണയുമായി CPM ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഇപ്പോൾ ഈ കുട്ടികളെ സന്ദർശിച്ചിരുന്നു. വീണ ജോർജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മൂത്ത മകൾ അതുല്യ നഴ്സാണ്, ഈ കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണം എന്ന് വീണ ജോർജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അതുപോലെ തന്നെ ഈ ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്നും 50,000 രൂപ ഈ മക്കൾക്ക് നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ഒരു ക്യാബിനറ്റ് ഇടപെട്ടിട്ടാണ് മറ്റ്
കാരണവർ കേസിലെ പ്രതിയെ വെറുതെ വിടാൻ ക്യാബിനറ്റ് ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ കൊലപാതക കേസിലെ പ്രതികളെ വെറുതെ വിടാൻ മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെ അത് സാധ്യമല്ല. ഇനി നാളെ ഈ ചെന്താമരയും ഇത്തരത്തിൽ പുറത്തിറങ്ങില്ലെന്ന് എന്തുറപ്പാണുള്ളത് എന്നുകൂടി രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഈ കുട്ടികൾക്കൊപ്പമുണ്ട്, പിന്തുണയുമായി ഒപ്പമുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ അടക്കം ഉണ്ടാകും. ആദ്യം തന്നെ ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇന്നലെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. ആലത്തൂരിൽ നിന്നും വളരെയധികം സുരക്ഷയോടുകൂടി നിരവധി പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിയെ കൈമാറിയത്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി പെട്ടെന്നായിരുന്നു പോലീസിന്റെ നീക്കമുള്ളത്. പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഈ ജയിൽ മാറ്റുമെന്നാണ് ആലത്തൂർ DYSP വ്യക്തമാക്കിയത്. എന്തായാലും ഈ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം. പോരാട്ട ചൂടിൽ ഡൽഹി. യമുനയിലെ വിഷാംശ പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കമ്മീഷൻ മുൻപാകെ നേരിട്ട് ഹാജരായി മറുപടി നൽകും. 11 മണിക്കാണ് കെജ്രിവാൾ ഹാജരാവുക. ഇന്ന് തെളിവ് നൽകുമെന്ന് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യമുനയിലെ വിഷാംശ പരാമർശം വലിയ ചർച്ചയാവുകയാണ്. ഏതായാലും നേരത്തെ BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് കേജ്രിവാളിന്റെ പരാമർശത്തിൽ പോരെങ്കിൽ ഇപ്പോൾ കമ്മീഷന് കൂടി ഇതിന്റെ ഭാഗമാവുകയാണ്. കാരണം കമ്മീഷൻ കേജ്രിവാളിന്റെ മറുപടി തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ കമ്മീഷനെതിരെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇന്ന് 11 മണിക്ക് മുമ്പ് തന്നെ തെളിവുകൾ ഹാജരാക്കണം. എന്താണ്, എവിടെ നിന്നാണ് ഈ വിവരം, ഒപ്പം തന്നെ എവിടെയാണ് ഈ വിഷാംശം കണ്ടെത്തിയത്, അതിന്റെ അളവ് എത്ര തുടങ്ങിയ കാര്യങ്ങൾ, ഏത് ഉദ്യോഗസ്ഥനാണ് കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കണമെന്നായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം. ഇന്നിപ്പോൾ ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം 11 മണിക്ക് നേരിട്ട് ഹാജരായി കമ്മീഷൻ മുമ്പാകെ ഹാജരായി തെളിവ് നൽകും. അരവിന്ദ് കെജ്രിവാൾ തന്നെ ഹാജരായി തെളിവ് നൽകുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. കേജ്രിവാളിനൊപ്പം മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഒപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അതിഷി തുടങ്ങിയവരൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്റെ നിലപാടിൽ കേജ്രിവാൾ ഉറച്ചു നിൽക്കുകയാണ്. വിഷാംശം, ഹരിയാനയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ വിഷാംശമുണ്ട്, ആ നിലപാടിൽ അരവിന്ദ് കെജ്രിവാൾ ഏതായാലും ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ആ നിലപാട് കമ്മീഷന് മുമ്പാകെ നേരിട്ട് ഹാജരായി അറിയിക്കാനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം. ഈ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് കേജ്രിവാൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതാണ് സാഹചര്യം. തെരഞ്ഞെടുപ്പ് ഡൽഹിയിലാണെങ്കിലും പഞ്ചാബ് മന്ത്രിമാർ ഒന്നടങ്കം രാജ്യതലസ്ഥാനത്തുണ്ട്. ഡൽഹിക്ക് പുറമെ ആം ആദ്മി ഭരണമുള്ള സംസ്ഥാനം പഞ്ചാബ് ആയത് മാത്രമല്ല ഇതിന് കാരണം. ഡൽഹിയിലേത് ആം ആദ്മി പാർട്ടിയുടെ ജീവൻ ഭരണ പോരാട്ടമാണ്. ഒപ്പം പഞ്ചാബി വോട്ടുകൾ ഡൽഹിയിൽ നിർണായകവുമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പഞ്ചാബിലെ മന്ത്രിപ്പട ഡൽഹിയിലുണ്ട്. ലക്ഷ്യം ഒന്നു മാത്രം, തുടർഭരണം ഉറപ്പിക്കൽ. മന്ത്രിമാർ മാത്രമല്ല, MLAമാർ, MP മാർ, പാർട്ടി കൗൺസിലർമാർ, മറ്റു നേതാക്കൾ തുടങ്ങി 300-ലധികം പേരുടെ വമ്പൻ പട. ഡൽഹി സർക്കാർ നിറവേറ്റിയ വാഗ്ദാനങ്ങളായ സൗജന്യ വൈദ്യുതിയും മൊഹല്ല ക്ലിനിക്കുകളും തൊഴിലവസരം സൃഷ്ടിച്ചതുമൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇങ്ങനെ പഞ്ചാബ് നേതാക്കൾ ഒന്നടങ്കം ഡൽഹി കേന്ദ്രീകരിക്കാൻ കാരണമുണ്ട്. ഡൽഹി വോട്ടർമാരിൽ 22% പഞ്ചാബ് വേരുള്ളവരാണ്. ഇവരിൽ 10% പഞ്ചാബി ഖത്രികളും 5% സിഖ് വോട്ടർമാരുമാണ്. രജൌരി ഗാർഡൻ, രാജേന്ദ്ര നഗർ, തിലക് നഗർ, ജനക്പുരി, മോത്തി നഗർ, ഗ്രേറ്റർ കൈലാഷ്, കരോൾ ബാഗ് തുടങ്ങി 13 മണ്ഡലങ്ങളിൽ പഞ്ചാബി വോട്ടുകൾ ജയപരാജയം നിർണയിക്കും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുരയിലും സിഖ് വോട്ടുകൾ നിർണായകം. പ്രചാരണ യോഗങ്ങളിലെ താരങ്ങൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും രാജ്യസഭാ എംപിയും മുൻ ക്രിക്കറ്റ് താരവുമായ ഹർഭജൻ സിംഗുമാണ്. തന്റെ പതിവ് ശൈലിയിൽ തമാശ പറഞ്ഞ് ഭഗവന്ത് മാൻ വോട്ടർമാരെ കയ്യിലെടുക്കുന്നു. ये कहानी तो आप लिख चुके हैं, बस 5 तारीख को फॉर्मेलिटी बाकी है.
हमारे लिए तो हमारा छोटा भाई भी है, छोटा बेटा भी है, कोई कहता हमारा बड़ा भाई है, कोई कहता बेटे की समान है, वो है अरविंद केजरीवाल। आप बेफिक्र हो जाइए। तो साहब ने पूछा किसने किया ये काम, बोले जी मनीष सिसोदिया ने, चलो उठा के जेल में फेंक दो। ये सबको डायरेक्शन कौन देता है? अरविंद केजरीवाल। संकट के समय आप लोगों ने जो जोश दिखाया और जो एकता दिखाई, പഞ്ചാബിലുള്ളവർ കുടുംബാംഗങ്ങളെന്നായിരുന്നു തിലക് നഗറിലെ ആം ആദ്മി സ്ഥാനാർത്ഥി ജർനൈൽ സിംഗിന്റെ പ്രതികരണം. काम किया तो मैं वोट दूं, अगर हमने गवर्नमेंट स्कूल अच्छे बनाए तो मैं वोट दूं, अगर हमने हेल्थ केयर सिस्टम स्ट्रॉन्ग किया तो मैं वोट दूं, हमने बिजली के बिलों से आपको राहत दी है तो मैं वोट दूं। हम इकलौती पार्टी है, वी आर द सिंगल पार्टी जो काम के दम पर वोट मांगती है। वी आर फैमिली। जब पंजाब में इलेक्शन होता है तो आम आदमी पार्टी दिल्ली वाले भी वहाँ जाते हैं और हर पार्टी के हर स्टेट से लोग आते हैं। तो ये तो परिवार है। जब परिवार में कोई प्रोग्राम होता है तो आपस में इधर उधर रिलेटिव आते जाते हैं. പഞ്ചാബിൽ നിന്നുള്ള നേതാക്കളെ ഇറക്കി ആം ആദ്മി വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്ത് മോശം ഭരണമാണെന്നാരോപിച്ച് BJPയും പ്രചാരണ രംഗത്തുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിൽ കറങ്ങി നടക്കുകയാണെന്നും ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമുള്ള BJP നേതാവ് പർവേഷ് വർമ്മയുടെ പരാമർശവും വിവാദമായിട്ടുണ്ട്. ഡൽഹി ജനസംഖ്യയിൽ 20%-ലധികം പഞ്ചാബി വോട്ടർമാരാണ്. ഇതിൽ 13 മണ്ഡലങ്ങൾ അതിനിർണായകം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബി വോട്ടർമാരെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ശക്തമാക്കുന്നത്. ജംഗ്പൂരിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമെന്നാണ് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ പ്രതികരണം. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും സിസോദിയ ന്യൂസ് 18നോട് പറഞ്ഞു. 2013 കന്നിയംഗത്തിൽ ജയം 11,000 വോട്ടിന്. 2015 ഭൂരിപക്ഷം 28,000 കടന്നു. 2020 ആം ആദ്മി പാർട്ടി വമ്പൻ ജയം നേടിയെങ്കിലും മനീഷ് സിസോദിയുടെ ഭൂരിപക്ഷം 3,207 വോട്ടുകൾക്ക് ഒതുങ്ങി. 3 തവണ നിയമസഭയിലെത്തിച്ച പട്പട്ഗഞ്ചിൽ നിന്ന് മാറി ജംഗ്പുരയിൽ നിന്നാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമന്റെ പോരാട്ടം. ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനീഷ് സിസോദി അടക്കമുള്ള MLA-മാരെ മണ്ഡലം മാറ്റിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പരീക്ഷണം. ജംഗ്പുരയിൽ പ്രചാരണ തിരക്കിനിടെ ന്യൂസ് 18നുമായി സിസോദിയ പ്രതീക്ഷ പങ്കുവച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി തുടർഭരണം നേടും. കേജ്രിവാൾ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകും. ഇത്തവണ മത്സരിക്കുന്നത് ജംഗ്പൂരിലാണ്. അദ്ദേഹത്തോട് തന്നെ പ്രതീക്ഷകൾ ചോദിക്കാം. नहीं, इस बार भी बहुत कंफर्टेबल गवर्नमेंट बनेगी और लोग केजरीवाल जी के काम को और उनके दिल में दिल्ली की जनता के लिए जो प्यार मोहब्बत है उसको सम्मान करते हुए और उन्होंने जो काम किए पिछले 10 साल में लोगों के जीवन जीने में जो आसानियां लाई हैं, उनकी तरक्की के लिए जो स्कूल अस्पताल का काम किया है उसके लिए निश्चित रूप से आम आदमी पार्टी को वोट दे रहे हैं. आज अगर विकास की कोई राजनीति की बात करता है तो सारी पार्टियां, विकास पे काम करने वाली पार्टियां उसके साथ खड़ी होती हैं. ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാകും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നൽകുകയെന്നും സിസോദിയ. जनता जब देती है तो छप्पर फाड़ के देती है. പട്പട്ഗഞ്ചിനേക്കാൾ സുരക്ഷിത മണ്ഡലമായാണ് ജംഗ്പുരയെ ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത്. ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നെഹ്റു നഗർ, നിസാമുദ്ദീൻ ബസ്തി, ദരിയാഗഞ്ച്, സൺലൈറ്റ് കോളനി തുടങ്ങിയ പ്രദേശങ്ങളുള്ള മണ്ഡലത്തിൽ വ്യക്തമായ മാർജിനിൽ ജയം ആം ആദ്മി പാർട്ടിയും സിസോദിയയും കണക്കുകൂട്ടുന്നു. 16,063 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രവീൺ കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. വലിയ വിജയപ്രതീക്ഷയാണ് അദ്ദേഹം ഇത്തവണ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യും. സഭാ നടത്തിപ്പിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടും. വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് സഭയിൽ വെക്കും. ഈ സമ്മേളനകാലത്ത് തന്നെ ബില്ല് പാസാക്കാനാണ് നീക്കം. കുംഭമേള ദുരന്തവും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയേക്കും. നാളെയാണ് പൊതുബജറ്റ്. ഇന്ന് 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആദായ നികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുത്തൽ ഉണ്ടാകുമോ എന്നാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിലെ ആകാംക്ഷ. 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയേക്കാമെന്ന സൂചനയും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തിക രംഗം പ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം വർദ്ധിപ്പിക്കാനുള്ള മറ്റു നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉണ്ടാകും.
പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്. ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വൻ പ്രതീക്ഷകളോടെയാണ് കേന്ദ്ര ബജറ്റിനെ ഇത്തവണ കേരളം കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജിന് പുറമെ ദീർഘകാലമായ നിരവധി ആവശ്യങ്ങളും ഇത്തവണ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കേന്ദ്രം നിരന്തരമായി അവഗണിക്കുന്നുവെന്ന പരാതിയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത്തവണ വിശദമായ പദ്ധതികളും ആവശ്യങ്ങളും തയ്യാറാക്കി നൽകി സംസ്ഥാനം കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, GST നഷ്ടപരിഹാര പ്രതിസന്ധി, കടമെടുപ്പ് പരിധി കുറച്ചത്, ഇതെല്ലാം ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകുന്ന പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രത്യേക സഹായമെന്ന ആവശ്യം നീളുകയാണ്. 2,000 കോടിയുടെ സഹായം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അനുബന്ധ വികസനത്തിനായി 5,000 കോടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം നിലവിൽ വായ്പയായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം ഗ്രാന്റായി നൽകണം. റെയിൽ റോഡ് രംഗത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഇവയാണ്. സിൽവർ ലൈനിൽ പച്ചക്കൊടി കാട്ടുമെന്ന സൂചന കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ അഭിമാന പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുമോ? അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചങ്കോട്, തലശ്ശേരി മൈസൂർ എന്നീ പാതകൾക്ക് പരിഗണന കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടിയുടെ വിലസ്ഥിരതാ ഫണ്ടാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്തണം. ഉപാധിരഹിതമായി 3.5% പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിന് പുറമെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, ശബരിമലയ്ക്ക് പ്രത്യേക പദ്ധതി എന്നിവയെല്ലാം കേരളത്തിന്റെ പ്രതീക്ഷകളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രയാഗ്രാജിലെ കുംഭമേള നഗരിയിൽ VIP പ്രോട്ടോകോൾ നിരോധിച്ചു. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് VIP പ്രോട്ടോകോൾ നിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അറിയിച്ചത് ഇക്കാര്യം. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ഫെബ്രുവരി 3, 12, 26 തീയതികളിലാണ് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് അറിയിപ്പ്. വാഷിംഗ്ടണിലുണ്ടായ വിമാനാപകടത്തിൽ 67 പേർ മരിച്ചതായി സ്ഥിരീകരണം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമം തുടരും. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുത്തു. അപകടത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് 30 ദിവസത്തിനകം പുറത്തുവിടും. അപകട കാരണം ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പിഴവെന്നാണ് അമേരിക്കൻ എയർലൈൻസിന്റെ വിശദീകരണം. അമേരിക്കയിൽ ഏറ്റവും തിരക്കേറിയ വ്യോമഗതാഗത മേഖലയാണ് വാഷിംഗ്ടൺ DC. ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത കുറിച്ചത്. 9 തവണയായി 62 മണിക്കൂറിലധികം ബഹിരാകാശത്ത് സുനിത നടന്നു. വിരമിച്ച ബഹിരാകാശ യാത്രികൻ പെഗ്ലി വിറ്റ്സൺ 60 മണിക്കൂർ 21 മിനിറ്റാണ് ബഹിരാകാശത്ത് നടന്നത്. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം ബഹിരാകാശത്ത് തുടർന്നാണ് സുനിതയ്ക്ക് റെക്കോർഡ് നേട്ടം സാധ്യമാക്കിയത്. ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ നടക്കും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര. ശുഭാൻഷു അടക്കം 4 പേരെയാണ് ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നത്. പുതുതലമുറയ്ക്ക് ദൗത്യം പ്രചോദനമാകുമെന്നും ശുഭാൻഷു ശുക്ല പ്രതികരിച്ചു. പാലക്കാട്ടെ അതിർത്തി പോസ്റ്റുകളിൽ വിജിലൻസ് പരിശോധന. വാളയാർ, വേലന്താവളം RTO ചെക്ക് പോസ്റ്റുകളിലാണ് വിജിലൻസിന്റെ പരിശോധന നടത്തിയത്.
1,60,000 രൂപ പിടികൂടി. ചെക്ക് പോസ്റ്റുകളിലേക്ക് കൈക്കൂലിയായി എത്തിയ പണമാണ് പിടികൂടിയത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3-ാം തവണയാണ് ചെക്ക് പോസ്റ്റുകളിൽ നിന്നും പണം പിടികൂടുന്നത്. കോടികൾ ചിലവഴിച്ച് കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച തെരുവുനായ വന്ധ്യംകരണ പദ്ധതി പാതി വഴിയിൽ. നഗരത്തിൽ തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ അഭാവമാണ് പ്രവർത്തനം മുടങ്ങാൻ കാരണമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ജനുവരി മുതൽ ABC വാഹനവും കട്ടപ്പുറത്താണ്. വർഷത്തിൽ ഏകദേശം 4000 നായ്ക്കളെ വന്ധീകരിക്കാൻ 1.20 കോടി രൂപ ചിലവിട്ട് 2015 പദ്ധതി ആരംഭിച്ചത്. ബ്രഹ്മപുരത്ത് ആരംഭിച്ച അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിൽ 10 വർഷത്തിനിടെ വന്ധ്യംകരിച്ചത് 8198 നായ്ക്കളെ മാത്രം. ആവശ്യത്തിന് ജീവനക്കാരില്ല. ABC കേന്ദ്രത്തിലെ വാഹനം കേടായതോടെ നായ്ക്കളുടെ വന്ധ്യകരണവും നടക്കുന്നില്ല. നഗരത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യവും ആക്രമണവും വർദ്ധിച്ചു വരികയാണ്. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നായ്ക്കൾ മാറി. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകി സംരക്ഷിക്കാൻ മൃഗസ്നേഹികൾ ഉള്ളതിനാലാണ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നാണ് കൊച്ചി നഗരസഭ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ABC വാഹനം ശരിയാക്കി പദ്ധതി പുനരാരംഭിക്കുമെന്നും ചെയർമാൻ. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരൊരു ആശയം കൊണ്ടുവന്നു. കാരണം ഒരു വെബ്സൈറ്റ് ആരംഭിച്ച് ഒരു അഡോപ്ഷൻ കേന്ദ്രം തുടങ്ങാമെന്നുള്ള. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ ABC ഹോസ്പിറ്റൽ ഒന്ന് വിപുലീകരിക്കുവാനും വാഹനങ്ങൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വാഹനമേ ഉള്ളൂ. ഞങ്ങൾ 3 വാഹനങ്ങൾ പുതിയതായി വാങ്ങി കുറച്ച് വിപുലീകരിച്ച് കുറച്ച് കൂടുകളൊക്കെ അവിടെ കൂടുതൽ പണിത് ഈ അഡോപ്ഷൻ സെൻറ്റർ ആരംഭിക്കുക എന്നുള്ള കഴിഞ്ഞ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾ 9 അംഗങ്ങളും ഏകപക്ഷീയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഫണ്ട് സെയിൽ ചെയ്യുന്ന BPC ഭാരത് പെട്രോളിയമാണ്. അവരുമായി ഡിസ്കസ് ചെയ്ത് അതിനകത്ത് സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ്, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന്റെ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ABC സെന്റർ നവീകരിക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനും പദ്ധതിയുണ്ട്. ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് നൽകും. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ വൻ ഭൂമി കയ്യേറ്റം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി. താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ കൈലാസപ്പാറയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ആവശ്യപ്പെട്ടനുസരിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതിനകത്ത് 2 ഭൂമിയും കൂടെ പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സർവേയർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട്. മേഖലയിൽ നിലവിലുള്ള പട്ടയ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല. റവന്യൂ പുറമ്പോക്ക് ഭൂമിക്കൊപ്പം നെടുങ്കണ്ടത്തെ NCC ഭൂമിയിൽ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ആമക്കോട്ട് വയൽ അങ്കനവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. 7 പേർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. അങ്കനവാടിയിലെ ആഹാരം കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾക്ക് ഛർദിയുണ്ടായത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. എല്ലാവരും ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. അങ്കനവാടിയിൽ ആകെ 22 കുട്ടികളാണ് ഉള്ളത്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. അപർണ ചേരും.